ഹായ് നമസ്കാരം, ഞാൻ നിഷാദാണ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതായത് BBA തേർഡ് സെമസ്റ്ററിലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസുമായി ബന്ധപ്പെട്ടുള്ള ARR, NPV, PI ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പേ ബാക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പേ ബാക്ക് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇത് 2020 ഒരു പ്രീവ്യൂ എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത്, ഇത് ഫിഫ്ത്ത് സെമസ്റ്ററിലെ BComലെ പിന്നെ ഒരു മെയിൻ പേപ്പറായിട്ട് അവരുടെ സബ്ജക്റ്റിൽ വരുന്നുണ്ട്. അവർക്കും ഈ ഒരു വീഡിയോ ക്ലാസ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ പെട്ടെന്നൊന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഓക്കെ, a company is considering an investment proposal to install a new machinery at a cost of rupees 2,50,000. It has a life expectancy of 5 years and has no salvage value. The tax rate is 40%. ഓക്കെ, മെഷീനറിയുടെ കോസ്റ്റ് 2,50,000 ആണ്. അതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് ലൈഫ് എന്ന് പറയുന്നത് 5 years ആണ്. അവസാനം അത് വിൽക്കുന്ന സമയത്ത് അതിന് പ്രത്യേകിച്ച് ഒരു സാൽവേജ് വാല്യൂ ഒന്നും കിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ റേറ്റ് ഓഫ് ടാക്സ് 40% ആണ് എന്നും കൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനി ഉപയോഗിക്കുന്നത് അസ്യൂം ദ ഫേം യൂസ് സ്ട്രൈറ്റ് ലൈൻ ഡിപ്രിസിയേഷൻ ആൻഡ് ദ സെയിം ഈസ് അലൗഡ് ഫോർ ടാക്സ് പർപ്പസ്. അത് സ്ട്രൈറ്റ് ലൈൻ ഡിപ്രിസിയേഷൻ ആണ് ഉപയോഗിക്കുന്നതെന്നും ടാക്സ് പർപ്പസിന് ആ SLM മെത്തേഡ് പറ്റും എന്നും അസ്യൂം ചെയ്യാൻ. നമുക്കറിയാം, ടാക്സിന്റെ യഥാർത്ഥത്തിൽ SLM മെത്തേഡ് അപൂർവം 1-2 സന്ദർഭങ്ങളിലേ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെ അസ്യൂം ചെയ്യാൻ പറഞ്ഞതാണ്. ദ എസ്റ്റിമേറ്റഡ് ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സ് ആൻഡ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷന് ശേഷമുള്ള, എന്നാൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നതിന് മുൻപുള്ള നമ്മുടെ പ്രോഫിറ്റ് ആണ് തന്നിട്ടുള്ളത്. ഓരോ ഇയറിന്റെയും CFBT, അതായത് ക്യാഷ് ബിഫോർ ടാക്സ് തന്നിട്ടുണ്ട്. ഓക്കെ, അതിന്റെ 10% ഉള്ള PV ഫാക്ടറും സെപ്പറേറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കാണാൻ പറഞ്ഞു, NPV കാണാൻ പറഞ്ഞു, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സും കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽ ആണ് ക്വസ്റ്റ്യൻ ഉള്ളത്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് പോവാം. ഓക്കെ, ആദ്യം നമുക്ക് കാണാനുള്ളത് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഇക്വേഷൻ നോക്കാം. ARR is equal to ആവറേജ് ഇൻകം ഓർ റിട്ടേൺ ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു 100 എന്ന ഇതാണ്. ആവറേജ് ഇൻകം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇവിടെ ARRന്റെ ഒരു കാര്യം ആവറേജ് റിട്ടേൺ അല്ലെങ്കിൽ അക്കൗണ്ടിങ് റിട്ടേൺ എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആണ്, അല്ലാതെ ക്യാഷ് ഫ്ലോ അല്ല. അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധയിലുണ്ടാവാം. പിന്നെ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ്, വ്യത്യസ്ത ഡെഫിനിഷന് ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് പറയുന്നുണ്ടെങ്കിലും, ഇക്വേഷൻ പറയുന്നുണ്ടെങ്കിലും, ടെക്സ്റ്റ് ബുക്കിൽ SDയുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട ഇക്വേഷൻ ഞാൻ അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാണ്. അത് ഇക്വേഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഇക്വേഷൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, പലപ്പോഴും ചില ബുക്കുകളിൽ സാൽവേജ് വാല്യൂ കാണുന്ന മറ്റു ഡെഫിനിഷൻ കാണാറുണ്ട്. ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ് മൈനസ് സാൽവേജ് വാല്യൂ ഡിവൈഡ് ബൈ 2 ചെയ്തിട്ട് പ്ലസ് സാൽവേജ് വാല്യൂ ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള പല ഇക്വേഷൻസും കാണാറുണ്ട്. തൽക്കാലം ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുക. ഇതാണ് ടെക്സ്റ്റ് ഫോളോ ചെയ്തിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ, ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് സാൽവേജ് വാല്യൂ ഡിവൈഡ് ബൈ 2 ആണ് തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നമുക്ക് അതിന്റെ ആൻസറിലേക്ക് പോവാം. നമുക്ക് ഇതിന് വേണ്ടത് എന്തൊക്കെയാണ്? ആവറേജ് ഇൻകം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കണ്ട് ഓരോ വർഷത്തിൻ്റെയും കണ്ട് അതിനെ നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് ഇൻകം അല്ലെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് കിട്ടും. പിന്നെ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഇതുപോലെ കണ്ടെത്തി അത് ഡിവൈഡ് ചെയ്ത് ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഒന്ന് കാണാം. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കുക. ക്വസ്റ്റ്യനിൽ 60,000, 70,000, 90,000, 1 lakh, 1,50,000 ഇതെല്ലാം ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സ് ആണ്, അതായത് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ദ ഡിപ്രീസിയേഷൻ എമൗണ്ട്. ഡിപ്രീസിയേഷൻ ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമുള്ളതാണ്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക.
അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നമ്മൾ എന്ത് ചെയ്തു, ഇത് അവിടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എടുത്തിട്ടുണ്ട്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഓരോ ഇയർലെയും 60,000, 70,000, 90,000, 1 lakh, 1,50,000. ശേഷം നമുക്ക് ടാക്സ് നമ്മൾ എന്ത് ചെയ്തു, ലെസ് ചെയ്യുക. 2,24,000, 28,000 ടാക്സ് 40% ആണ്. അപ്പോൾ 60,000 ഓരോന്നിൻ്റെയും പെട്ടെന്ന് ഞാനൊന്ന് പറയാം. ഇവിടെ നമ്മൾ കാണുന്നത് 60,000 40% ആണ് കണ്ടത്. ഇത് ലെസ് ചെയ്യാനുള്ളതാണ്. ഇവിടെ 70,000 40%, 90,000 40%, 1 lakh 40%, 1,50,000 40%. അങ്ങനെ ആ എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അത് 60,000 നിന്നും 24,000 കുറച്ചിട്ട് 36,000, 42,000, അതേപോലെ തന്നെ 54,000, 60,000, 90,000. ഇത്രയും ഉള്ള ഈ പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. അങ്ങനെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ വർഷത്തെയും പ്രോഫിറ്റ് ടോട്ടൽ ചെയ്യുമ്പോൾ 2,82,000 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ 2,82,000-നെ നമ്മൾ 5 ഇയേഴ്സിനോട് ഡിവൈഡ് ചെയ്യുമ്പം 56,400 കിട്ടുന്നു. ഇതാണ് നമ്മുടെ ആവറേജ് ഇൻകം അല്ലെങ്കിൽ ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത്, ആവറേജ് പ്രോഫിറ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു എമൗണ്ട് നമ്മുടെ മനസ്സിലുണ്ടാവുക. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്, ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ് 2,50,000 ഉണ്ട്. സാൽവേജ് വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 1,25,000 നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നമ്മുടെ എന്ത് കാണാം, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് കാണാം. ഇക്വേഷൻ നമുക്കറിയാം. ആവറേജ് ഇൻകം ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു 100 ആണ്. 56,400 1,25,000 കണ്ടു, ഡിവൈഡ് ചെയ്തു. ആൻസർ ഫൈനലി 21.12% കിട്ടി. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അടുത്ത ഘട്ടം PIയിലെ എന്താണ് നമ്മുടെ NPV, നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ് അനുസരിച്ച് നമുക്കൊന്ന് പെട്ടെന്ന് ആൻസറിലേക്ക് പോവാം. നെറ്റ് പ്രസന്റ് വാല്യൂ നമുക്കറിയാം. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അത് NPV കിട്ടും, നെറ്റ് പ്രസന്റ് വാല്യൂ. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ, ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ പ്രസന്റ് വാല്യൂ ഓരോ വർഷത്തും കാണാം, അങ്ങനെ ചെയ്ത് കിട്ടുന്നതാണ് കേട്ടോ. ഓക്കെ. അത് നമ്മൾ പ്രത്യേക ഒരു മെത്തേഡ് നമ്മൾ പെട്ടെന്ന് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രോഫിറ്റ് ആണ് എടുത്തത്. ഇവിടെ അതായത് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേണിൽ നമ്മൾ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. എന്നാൽ നേരെ മറിച്ച് NPV, IRR, അതേപോലെ തന്നെ PIയിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാഷ് ഫ്ലോ ആണ്. ക്യാഷ് ഫ്ലോ ആണ്, അല്ലാതെ പ്രോഫിറ്റ് അല്ല. ക്യാഷിന്റെ ഇൻഫ്ലോ മാത്രമേ നോക്കുള്ളൂ. ഇതിൽ നമുക്കറിയാം ഡിപ്രീസിയേഷൻ എമൗണ്ട്, അതിന്റെ കാരണത്താൽ ക്യാഷിന്റെ ഫ്ലോ ഒന്നും നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യണം. അത്തരം കാര്യങ്ങളാണ്. അത് നമുക്കൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി വരുത്താം. ഓക്കെ. അപ്പൊ നമുക്ക് CFAT, ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ്. ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് കാണാൻ നമ്മൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, അതായത് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രോഫിറ്റ് എടുക്കുക. അതിനുശേഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പോലെ ടാക്സ് എന്ത് ചെയ്യുക, കുറക്കുക. അങ്ങനെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടി എന്നതിന് ശേഷം നമ്മൾ ഡിപ്രീസിയേഷൻ തിരിച്ച് ആഡ് ചെയ്യുക. ഡിപ്രീസിയേഷൻ എങ്ങനെ കാണുക? ഡിപ്രീസിയേഷൻ നമുക്കറിയാം 2,50,000 രൂപയാണ് കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ്. 5 വർഷമാണ് അത് ഉപയോഗിക്കാൻ കഴിയുന്നത്. അപ്പൊ യൂസ്ഫുൾ ലൈഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സാൽവേജ് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ലെസ് ചെയ്യേണ്ടതില്ല. അപ്പൊ നമുക്ക് 50,000 രൂപ വെച്ചിട്ട് കിട്ടും. അതാണ് ഓരോ വർഷത്തെയും SLM ബേസിസിൽ 50,000 ആണ് നമ്മുടെ ഡിപ്രീസിയേഷൻ. അപ്പൊ എന്തിനാ നമ്മൾ ടാക്സ് ആദ്യം ഡിപ്രീസിയേഷൻ കുറച്ചു പിന്നെ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രോഫിറ്റിന്റെ മേലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടതോ ടാക്സ് കൊടുക്കേണ്ടത്. ആ ടാക്സ് കുറച്ചിട്ട് കിട്ടുന്ന എമൗണ്ടിലേക്ക് വീണ്ടും ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യുമ്പോൾ ഈ പ്രോഫിറ്റിന് നമ്മൾ ക്യാഷ് പ്രോഫിറ്റ് എന്നുള്ള രീതി നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. എന്തായാലും
ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇപ്പൊ ഈ കണ്ടത്. എങ്ങനെ കണ്ടത്? നേരത്തെ കണ്ട പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കണ്ടതിന് ശേഷം ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യുക. അപ്പൊ ഈ എമൗണ്ട് ഡിപ്രീസിയേഷൻ, ഈ 60,000 ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കുറച്ചതിന് ശേഷമുള്ള എമൗണ്ട് ആണോ? ആണ്. അതെവിടുന്ന് കിട്ടിയേ? അത് നമുക്ക് ക്വസ്റ്റ്യൻ പെട്ടെന്ന് പോയി നോക്കുക. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? ദ എസ്റ്റിമേറ്റഡ് ക്യാഷ് ഫ്ലോ, ദ എസ്റ്റിമേറ്റഡ് ക്യാഷ് ഫ്ലോ കാണുന്നുണ്ടല്ലോ. ദ എസ്റ്റിമേറ്റഡ് ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സ് ആൻഡ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷന്റെ കാൽക്കുലേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്നും നമുക്ക് ആ കാര്യം മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ എന്ത് ചെയ്തു? 60,000 24,000 കുറച്ച് 36,000 കിട്ടി. പഴയ ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്തു 86,000. ഇങ്ങനെ ഓരോ സംഖ്യയിലേക്കും ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്തു. ഇങ്ങനെ നമുക്ക് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ഓരോ വർഷത്തെയും ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് കിട്ടി. 86,000, 92,000, 1,04,000, 1,10,000, 1,40,000. ഇതിന് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ പ്രസന്റ് വാല്യൂ ഫാക്ടർ അറ്റ് ദ റേറ്റ് ഓഫ് 10% അപ്ലൈ ചെയ്തെടുക്കുക. അപ്പോൾ സിംപ്ലി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് എന്താണ്? നമ്മൾ ചെലവാക്കിയ ക്യാഷ് ഔട്ട്ഫ്ലോനൊക്കെ നെഗറ്റീവിൽ എഴുതുക. ഇതിന്റെ ഇടയിൽ നമുക്ക് എന്തില്ല? ക്യാഷിന്റെ ഔട്ട്ഫ്ലോ അല്ല. ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടെ നമുക്ക് ഇവിടെ മൈനസ് ഫിഗർ ഇട്ട് എഴുതായിരുന്നു. ഇപ്പൊ നിലവിൽ ഇങ്ങനെയുള്ളൂ. നമുക്ക് ചെയ്യാം 0 ഇയർ, അതായത് ഇനീഷ്യൽ ഇയറിന്റെ തുടക്കത്തിലായതുകൊണ്ടാണ് നമ്മൾ 0 ഇയർ കൊടുത്തത്. അപ്പൊ 2,50,000 കൊടുത്തു. അപ്പൊ അതിന് പ്രസന്റ് വാല്യൂ ആ വർഷത്തിന്റെ തുടക്കത്തിൽ എത്ര തന്നെ വരുമോ? 1 തന്നെ വരിക. 2,50,000 ചെയ്തു. പിന്നെ ഓരോ ഇയറിന്റെയും എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാഷ് ഫ്ലോ എന്താണ്? പി വി ഫാക്ടർ അറ്റ് ദ റേറ്റ് ഓഫ് 10% തന്നിട്ടുണ്ട്. 86,000 നമ്മൾ നേരത്തെ കണ്ട 86,000, 92,000 ഈ എമൗണ്ട് ശ്രദ്ധിക്കുക. ഈ എമൗണ്ട് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതിനുശേഷം ഓരോ വർഷത്തെയും ക്യാഷ് പി വി ഫാക്ടർ എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് നേരെ അപ്ലൈ ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഡൗട്ട് ഉണ്ടാവും, എന്താ ഇവിടെ ഒന്നുകൊണ്ട് ചെയ്തതെന്ന്. നമ്മൾ എസ്റ്റിമേഷൻ അല്ലേ കാണുന്നത്. അപ്പം ഈ പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? യഥാർത്ഥത്തില് 5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ഒന്നാമത്തെ വർഷം നോക്കുക, ഈ ഒരു വർഷത്തിന്റെ അവസാനം നമുക്ക് കിട്ടുന്ന 86,000ന്റെ പ്രസന്റിലുള്ള വാല്യൂ എന്താണ്? അതായത് ഇപ്പൊ ഉള്ള വാല്യൂ എന്താണ്? അതേപോലെ ഇന്ന് നാലാമത്തെ വർഷം നോക്ക്, 4 വർഷം കഴിഞ്ഞിട്ട് 1,10,000 നമുക്ക് ക്യാഷ് ഫ്ലോ കിട്ടുമെങ്കിൽ അതിന്റെ ഇപ്പോഴത്തെ വാല്യൂ എന്താണ്? ഇപ്പൊ നമുക്ക് എന്ത് കിട്ടിയാൽ മതി? ഇപ്പൊ 75,130 കിട്ടുന്നതും 4 വർഷം കഴിഞ്ഞിട്ട് 1,10,000 കിട്ടുന്നതും ഈക്വൽ ആണെന്നുള്ളതാണ്. അപ്പോ നമ്മൾ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഉണ്ടല്ലോ, ആ 2,50,000ന്റെ വാല്യൂ ഇപ്പോഴും എന്ത് തന്നെയാണ്? 2,50,000 തന്നെ. ഇന്ന് നമ്മൾ വാല്യൂ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതെല്ലാം കൂടെ കൂട്ടുക. ഇത് മൈനസ് ആണ്, ബാക്കിയൊക്കെ പ്ലസ് ആണ്. ചെയ്തിട്ട് പോസിറ്റീവ് ഫിഗർ ആണ് വരുന്നത്. കണ്ടല്ലോ, അതിന് നമ്മൾ എന്ത് പറയും? NPV എന്ന് പറയും, നെറ്റ് പ്രസന്റ് വാല്യൂ. ഇത് അല്ലാത്ത രീതിയിൽ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യല്ലാതെ ചെയ്യാറുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഈ ഔട്ട്ഫ്ലോ നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. അത് സെപ്പറേറ്റ് എടുത്തു വെക്കുക. ഇൻഫ്ലോ എല്ലാം കൂട്ടുക. ഇൻഫ്ലോ എല്ലാം കൂട്ടി വരുമ്പോൾ 3,94,248 വരും. അതിൽ നിന്നും നെഗറ്റീവിലിട്ട ഈ ഔട്ട്ഫ്ലോ നമ്മൾ എന്ത് ചെയ്യുക? കുറയ്ക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ മൂന്നാമത്തെ വർഷത്തില് ഉദാഹരണമാണ് കേട്ടോ, ഒരു 25,000 രൂപയും കൂടി അഡീഷണലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കൂട്ടുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ 25,000 ഇവിടെ നെഗറ്റീവ് ഇടും. എന്നിട്ട് 0.751, എന്നിട്ട് ഇതിന്റെ ആൻസർ എന്താണോ വരുന്നത് അതിനെ നമ്മൾ എന്ത് ചെയ്യും? നെഗറ്റീവിൽ എഴുതും. അപ്പൊ ഔട്ട്ഫ്ലോ മൊത്തത്തിൽ എന്ത് വരും? ഈ ഔട്ട്ഫ്ലോയും കൂടെ കൂട്ടണം. എന്നിട്ട് നമ്മൾ ഔട്ട്ഫ്ലോ എന്ത് ചെയ്യും? ഈ 2,50,000 ഉദാഹരണത്തിന് ഒരു 40,000 കൂടെ ഉണ്ടെങ്കിൽ 2,90,000 നമ്മൾ എന്ത് ചെയ്യും? പറയും. ഒരു ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, അപ്പോ ആ രീതിയിൽ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യണം. അതായത് ഇടക്ക് വെച്ചിട്ട് വീണ്ടും നമുക്ക് ഔട്ട്ഫ്ലോ ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കാണുക. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ അപ്രോച്ച് ഉണ്ടാവേണ്ടത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ എങ്ങനെ കിട്ടിയത്? 3,94,428. അത് ഈ ഇൻഫ്ലോകളെല്ലാം കൂടെ എന്ത് ചെയ്തതാണ്? ആഡ് ചെയ്തതാണ്. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോ ഇത് മാത്രമേ ഇനീഷ്യൽ ഇയറിൽ മാത്രമേ ഔട്ട്ഫ്ലോ ഉള്ളൂ. ആ ഔട്ട്ഫ്ലോ കുറച്ചു. അപ്പൊ കിട്ടുന്ന ആൻസർ ആണിത്. നേരെ മറിച്ച് നിങ്ങൾക്ക് ഈ 2,50,000 മൈനസ് ഇട്ട് ബാക്കിയെല്ലാം പ്ലസ് ചെയ്ത് വരുമ്പോഴും ഈ ആൻസർ തന്നെയാണ് ഇട്ട് സെയിം പരിപാടി ചെയ്തതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് പ്രോഫിറ്റബിലിറ്റി PI കാണാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. PI കാണാൻ വളരെ സിമ്പിളാ.
ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡ് ബൈ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് എന്ത് പി ഐയുടെ ഇക്വേഷൻ. നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടു. എത്രടോ 3,94,000. ഓക്കെ, ഔട്ട്ഫ്ലോ 2,50,000. അത് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡ് ബൈ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഇങ്ങനെ ആൻസർ ചെയ്തു വരുമ്പോൾ ഫൈനൽ ആൻസർ ഇത് കിട്ടും. ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള അവസ്ഥ. ഇതാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. നമ്മളിപ്പോൾ ഈ ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തടോ? NPV ചെയ്തു, ARR ചെയ്തു, അതേപോലെ തന്നെ PI ചെയ്തു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക ഏത് ഭാഗമാണ് വേണ്ടത് എന്നുള്ളത്. ഞാൻ പലപ്പോഴും BBAയുടെ ക്ലാസ് അല്ല എടുക്കുന്നത്. ഞാൻ ക്ലാസ് എടുക്കുന്നത് BComന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്, അവർക്ക് വേണ്ടി ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് യൂട്യൂബിൽ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് BBAക്കാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പലരും കമന്റ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇന്നെ ഏതെങ്കിലും ഏരിയ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, കൂടുതൽ ടോപ്പിക് എന്ത് ചെയ്യുക, കവർ ചെയ്യാവുന്നതാണ്. തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഗുഡ് ബൈ. ഓക്കെ.